ഹാ എന്തൊട്ട് രസാ ഇത് കാണാൻ. അയ്യോ എന്റെ കാലിന് ഭയങ്കര വേദന, ഭയങ്കരമായിട്ട് കടക്കാണ്. കുഴ തെറ്റിന്ന് തോന്നുന്നുണ്ട്. ഞാനാ കല്യാണ വീട്ടിൽ പോയതിന്റെ ഇത് കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടനോട് എടുത്ത് പോണ്ട, ഇവിടെ എങ്ങാനും ഇരുന്നാ മതി എന്ന് പറഞ്ഞ കൂട്ടാക്കില്ല. എന്തേലും ചേട്ടനാ ഞാനിപ്പോ അതല്ലേ പറഞ്ഞേ, ഞാൻ കല്യാണ വീട്ടിൽ പോയത്തെ ഫോട്ടോ കണ്ടോണ്ടിരിക്കുവായിരുന്നു ചേട്ടാ. എന്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാ പിന്നെ എനിക്ക് സഹിക്കൂല. ഞാനിത് ഈ ഫോട്ടോ നോക്കിട്ടാ, ഇത് കണ്ടോ, കണ്ട പെണ്ണിന്റെ നിങ്ങളെന്തൊട്ട് മനുഷ്യനാ പെണ്ണിനെ അല്ല നോക്കാൻ പറഞ്ഞ. ആ മാല കണ്ടാന്ന് ചോദിക്കണേ, പെണ്ണിനെ നോക്കാനായിട്ട് നിങ്ങൾക്ക് നോട്ടം കുറെ കൂടുന്നുണ്ട് ഇങ്ങോട്ട്. എനിക്കത് വാങ്ങിത്തരണം കേട്ടാ, പെൻഷൻ വന്നില്ല കേട്ടാ. അതിന് ഞാൻ എന്നാ പിന്നെ അവളുടെ കാതെ കിടക്കണ കൂണിക്കാളാൻ മേടിച്ചതാണ്. പൈസ അടക്കണമെന്നറിയൂ. അങ്ങടെ കാര്യം പിന്നെ നോക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ ഏട്ടാ, കമ്മല് മേടിക്കാൻ പറ്റുമായിരിക്കും, നോക്കാട്ടാ. ചേട്ടൻ ചായ കുടിക്കണ്ട ചേട്ടൻ. ഞാനൊരു കാര്യം, ചേട്ടൻ പപ്പടി ക്ഷീണമുണ്ട് ചേട്ടൻ, ഞാൻ പാല് ബൂസ്റ്റ് ഇട്ട് കൊണ്ടുതരാം കേട്ടോ. നീ എന്റെ ദേവിയാണ് ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ. എനിക്ക് കമ്മല് വാങ്ങി തരാം. കമ്മല് മേടിച്ച് നോക്കാം. ശരി, ഞാൻ കൊണ്ടുവരാം കേട്ടോ. ആ ഇൻഷുറൻസിന്റെ പേപ്പർ എടുത്തിന്നാണ് ബാങ്കിൽ പോകേണ്ടത്. ഞാനിപ്പോ മനസ്സിൽ ഓർത്തോളൂ ചവിട്ടി പിടിച്ചിരിക്കുന്ന പേപ്പർ വീട്ടിൽ ഓർത്തോളൂ. 10ാം തീയതി കഴിഞ്ഞല്ലോ. അല്ല ഏട്ടാ, ഞാൻ പറയുമായിരുന്നേ 10ാം തീയതി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുവാണല്ലോ എന്ന് പറയുമായിരുന്നേ ഏട്ടാ. ഓ ശരിയാണല്ലോ, നീ മറക്കാതെ ഇൻഷുറൻസ് പേപ്പർ ചവിട്ടി പിടിച്ചിരിക്കുന്ന സാധനം ചേട്ടൻ അങ്ങ് എടുത്തൂടെ. എനിക്ക് വയ്യ ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ എന്തൊട്ട് കഷ്ടം എന്നെ ഇട്ടിങ്ങനെ കൊണ്ട്. എനിക്ക് ഞാനൊരു മുതുക്കിയായില്ലേ, കെട്ടിക്കോ ഇവിടെ ഈ പറക്കാത്ത കൂടിയപ്പോ തൊട്ട് എനിക്ക് വയ്യ. എന്തൊട്ട് കഷ്ടം. ഇന്നോട്ട് ഈ ഓളാണ് തോന്നുന്നത്. കൂട്ടിയെ പോകുന്ന പിടിച്ചാ മതി. ശരിയാവില്ല. കൈ കാലത്ത് തിരുമ്പി തരാ ഹോർലിക്സ് എടുക്കട്ടെ, പാലെടുക്കട്ടെ. ഇപ്പൊ എന്താ അവൾക്ക് പറ്റിയേ? എന്താണോ എന്തോ. 10ാം തീയതിക്ക് ശേഷം ഇങ്ങനെ ആയില്ലേ. പൈസ ഉള്ളപ്പോ ഗമ